എവ്രിവൺ. ഇന്ന് ഞാൻ പഠിക്കാനിരുന്ന സമയമാണിത്. തലേദിവസം തന്നെ ഞാൻ ഡൂ ലിസ്റ്റൊക്കെ എഴുതി വെച്ചതിൽ 11 മണിക്ക് തുടങ്ങണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ സമയമായി. അപ്പോൾ ഞാൻ ഡൂ ലിസ്റ്റിലെ പോലെ തന്നെ ഓഫ് സ്റ്റഡീസാണ് പ്രോസിലെ ആദ്യം തുടങ്ങിയത്. അത് ഞാൻ എന്തോ ഒരു ടെൻഷൻ കാരണം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്തോരം എനിക്ക് പഠിച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലാത്തൊരു രീതിയായിരുന്നു ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസ് മാത്രമല്ല, പ്രോസ് എന്തോ എനിക്ക് എത്ര വായിച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല, പഠിച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല എന്നൊരു തോന്നലാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എത്ര സമയം എടുത്തിട്ടായാലും അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ച് തന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ഷോർട്ട് നോട്ട് എഴുതി തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യുമ്പോൾ ആ പോയിൻറ്റ്സ് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ റാങ്ക് ഫയലും എൻ്റെ നോട്ടും കൂടി വെച്ചിട്ടാണ് നോക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ ഗ്രാമർ പോർഷനാണ് നോക്കിയത്. അതിൽ ക്വസ്റ്റ്യൻ ടാഗാണ് നോക്കിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അതിലെ പല റൂൾസും എനിക്ക് ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് അങ്ങ് നോക്കാമെന്ന് വെച്ചാൽ അതങ്ങ് തീർത്തു. ചിലപ്പോൾ നമ്മൾ അറിയാമെന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും ഓവർ കോൺഫിഡൻസും കൊണ്ട് തെറ്റുന്നത്. അപ്പോൾ എത്ര അറിയാവുന്ന കാര്യമായെങ്കിലും പിന്നെ റിവൈസ് ചെയ്ത് അത് കൂടുതൽ തറോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഗ്രാമർ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കുറേ റൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തിയറി പാർട്ട് വായിച്ച് പഠിക്കുന്നതിനേക്കാളും എക്സാമ്പിൾസ് കൂടുതൽ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലിലെ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയാണ് എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയത്. ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്ത് പഠിക്കുന്ന പോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാമെന്ന് വിചാരിക്കും, പക്ഷേ ഓപ്ഷൻ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് കാരണം മാക്സിമം ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമുക്കത് തറോ ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഉച്ചയായപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ചെയ്തത് ഡൂ ലിസ്റ്റിലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു. ആ ടിക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയത് ELT പോർഷനാണ്. ELTയിലെ യൂസ് ഓഫ് AV ആൻഡ് ICT ആ ഒരു പോർഷനാണെന്ന് വായിച്ച് നോക്കിയത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്സ് ആദ്യം ചൂസ് ചെയ്ത് വായിച്ച് നോക്കാനായിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതിലൊരെണ്ണമായിട്ട് എനിക്ക് യൂസ് ഓഫ് AV ആൻഡ് ICT എന്നുള്ളത് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത്തിലെ വേർഡ്സ്വർത്തിൻ്റെ ടിൻറ്റൻ അബേയാണ് നോക്കിയത്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ മാറ്റി വച്ച ഒരു ടോപ്പിക്കാണ്. എനിക്കെന്തോ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് വായിച്ചിട്ട് അങ്ങ് ശരിയാവുന്നില്ലായിരുന്നു, മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നലായിരുന്നു. അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ വർക്ക്സാണ് നോക്കിയത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ് ഇവരെയൊന്നും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും ഇന്ന് തന്നെ തീർത്തേക്കാമെന്ന് വെച്ച് മാറ്റി വെച്ച ആ ടോപ്പിക്ക് ഞാൻ ടിൻറ്റൻ അബേ അത് ഇന്ന് തന്നെ അങ്ങ് തീർക്കാമെന്ന് വെച്ചു. അതും ഒന്ന് റിവൈസ് ചെയ്തു. ഷോർട്ട് നോട്ട് ഉണ്ടാക്കി തന്നെയാണ് റിവൈസ് ചെയ്തത്. പോയം ഫിനിഷ് ചെയ്ത് പിന്നെ ലിംഗ്വിസ്റ്റിക്സിലെ കുറച്ച് പോർഷനും ഹിസ്റ്ററിയും കുറച്ച് നോക്കി തീർത്ത് തൽക്കാലം ഒരു ദിവസത്തെ സ്റ്റഡി ഞാനങ്ങ് നിർത്തി. പിന്നെ നമുക്ക് എക്സാം അടുത്ത് വരുന്തോറും നല്ല ടെൻഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെൻഷനുള്ളത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ഈ ടെൻഷൻ വരുന്നത്, അല്ലേ? പണ്ടൊക്കെ PSC എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് അന്ന് അത്ര തിരിച്ചറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടെൻഷനുള്ളത് നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടും ജോലി വേണമെന്നും അല്ലെങ്കിൽ പഠിക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ടെൻഷൻ. അപ്പോൾ അതെല്ലാവരും കൂളായിട്ടിരിക്കുക, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.